കിഫ്ബി മസാല ബോണ്ട് കേസിൽ ഹൈക്കോടതി വിധി തങ്ങൾക്കെതിരല്ലെന്നാണ് ഇ.ഡി. വിലയിരുത്തൽ. അന്വേഷണം വിലക്കണമെന്ന കിഫ്ബി ആവശ്യം കോടതി അംഗീകരിച്ചിട്ടുമില്ല. മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനും കിഫ്ബിക്കും ആദ്യം നൽകിയ സമൻസിൽ ചില പോരായ്മകൾ ഉള്ളതിനാൽ പിൻവലിക്കുകയാണുണ്ടായതെന്നും കേന്ദ്ര ഏജൻസി വ്യക്തമാക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് അന്വേഷണവുമായി വേഗത്തിൽ മുന്നോട്ട് നീങ്ങാനുള്ള ഇ.ഡി. നീക്കം. തോമസ് ഐസക്കിന് അടുത്തയാഴ്ച പുതിയ നോട്ടീസ് അയക്കാൻ ഇ.ഡി. തീരുമാനിച്ചു. ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികളുമായി മുന്നോട്ടു പോകാനാണ് നിയമോപദേശം. ചുറ്റിത്തിരിഞ്ഞുള്ള അന്വേഷണം പാടില്ലെന്ന നിരീക്ഷണം കൂടി കോടതി നടത്തിയതിനാൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾക്ക് അടിസ്ഥാനത്തിലാകും ഇ.ഡി. നീങ്ങുക. അന്വേഷണം എന്തിനാണെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ മുദ്രവെച്ച കവറിൽ നൽകാമെന്നും ഇ.ഡി. പറഞ്ഞിരുന്നു. മസാല ബോണ്ട് ഇറക്കിയത്, ഫണ്ട് വിനിയോഗം തുടങ്ങിയ കാര്യങ്ങളാണ് ഇ.ഡി. പ്രധാനമായും പരിശോധിക്കുന്നത്. മസാല ബോണ്ട് ഇറക്കാൻ അനുമതി നൽകിയിരുന്നെങ്കിലും ഫെമ ലംഘനം നടന്നോ എന്ന് അന്വേഷിക്കേണ്ടത് ഇ.ഡി. ആണെന്നായിരുന്നു RBI നിലപാട്. ആദ്യം നൽകിയ നോട്ടീസ് പിൻവലിക്കുമെന്ന ഇ.ഡി. നിലപാടിനെ പരിഹസിച്ച് തോമസ് ഐസക് നേരത്തെ രംഗത്ത് വന്നിരുന്നു. തോമസ് ഐസക് ധനമന്ത്രിയായിരുന്നപ്പോഴാണ് നിക്ഷേപം ആകർഷിക്കാൻ ഇന്ത്യൻ രൂപയിൽ വിദേശത്ത് കടപ്പത്രം ഇറക്കിയത്. വിദേശ നാണ്യ വിനിമയ ചട്ടലംഘനവുമായി ബന്ധപ്പെട്ടുള്ള മസാല ബോണ്ട് അന്വേഷണം വളരെ സുപ്രധാനമാണെന്നാണ് ഇ.ഡി. നിലപാട്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.